നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ നിത്യവസന്തമായ ഒരുപക്ഷെ വിജയത്തിൻ്റെ ഫോർമുലയായ ലാലുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ലാൽ റാംജി റാവു കഴിഞ്ഞ ശേഷം പിന്നീട് ലാല് വിജയത്തിൻ്റെ എയറോപ്ലെയിനിൽ സഞ്ചരിച്ചു തുടങ്ങി. പിന്നെ പിന്നോട്ട് തിരിഞ്ഞിട്ടേ ഇല്ല. പുല്ലേപ്പടിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. പുല്ലപ്പടിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഉയരങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും വട്ടം ചുറ്റി പറക്കുന്ന ആ ഏരിയ തന്നെ. പഴയ പുല്ലേപ്പടിക്കാരൻ തന്നെയാണ് അല്ലേ? ആ ഏരിയ വിട്ട് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും ആൾക്കാർ വന്നോ സിദ്ദിഖ് ലാൽ എന്നുള്ള ഏക സംവിധായകനെ കാണാൻ വേണ്ടിയിട്ട്? നിങ്ങൾ രണ്ടുപേരും രണ്ടാന്നുള്ള കാര്യം ആർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത് അനുഭവിച്ചേക്കണ മുഴുവൻ ഞങ്ങളുടെ ഭാര്യമാരാ. നാൻസിയെ കണ്ടു കഴിഞ്ഞാൽ അവർ പരിചയപ്പെടുത്തുന്ന സിദ്ദിഖ് ലാലിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പം അതൊക്കെ മാറി, ആളുകൾക്ക് തിരിച്ചറിഞ്ഞു രണ്ടാണെന്നൊക്കെ. എന്നിട്ടും ചിലരൊക്കെ ഉണ്ടെന്ന്. സിദ്ദിഖ് ലാൽ പോട്ടെ, എന്നെ സിദ്ദിഖ് ലാൽ നമ്മുടെ പരിചയപ്പെടുത്തും എന്താണ് ലാൽ ജോസ് എന്നും എന്നെ ലാലു അലക്സ് എന്നും പണ്ടൊക്കെ പരിചയപ്പെടും. ഇപ്പം അടുത്തല്ല, കുറച്ച് നാൾ മുമ്പ് രാജപീതവും മരിച്ചപ്പോൾ അവിടെ പോയപ്പോൾ ഇത് സിദ്ദിഖ് ലാൽ ജോസ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടും. അതുവരെയൊക്കെ അല്ല, ഞങ്ങളുടെ ഈ പത്രക്കാരുടെ സമൂഹത്തിൽ ലാലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലാൽ എന്ന് പറയുമ്പോൾ ലാൽ സിദ്ദിഖ് ലാലിലെ ലാലേ ഏത് സിദ്ദിഖ് ലാലിലെ ലാല് എന്ന് പറയുമ്പോഴാണ് ഞാൻ പെട്ടുപോയൊരു സംഭവം. ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ ഉടയോൻ. അപ്പം അതിനകത്ത് മോഹൻലാൽ ഡബിളാ. ഒരു വയസ്സായ മോഹൻലാൽ, പിന്നെ മകൻ മോഹൻലാൽ, പിന്നൊരു കഥാപാത്രത്തിന് ഞാനായിരുന്നു. എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വിളിച്ചു. എൻ്റെ കഥ പറഞ്ഞു. ഇദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ലാലേ, നമ്മുടെ ലാലിങ്ങനെ വരികയാണ്. അപ്പം ലാലെന്ന് വെച്ചാൽ മോഹൻലാൽ. ഓക്കെ വരുമ്പോൾ ഈ ജീപ്പ് വന്നങ്ങനെ നിൽക്കും. അതിന് ലാലിങ്ങോട്ട് ഇറങ്ങും. അപ്പം ഏത് ലാൽ? അത് മറ്റേ അപ്പൻ ലാൽ. ഓക്കെ. അപ്പോൾ ഈ ലാല് നടന്നിട്ട് ലാല് പറയും, ഇങ്ങനെ പറയുമ്പോഴാണ് ലാൽ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ലാല്. അപ്പം ഞാൻ ഒരു 5-6 പ്രാവശ്യം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഏത് ലാല്? പക്ഷെ ഇത് ചോദിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ. അത് എല്ലാ ഡയലോഗിനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ഞാൻ നിർത്തി. പിന്നെ ഒരു പുകയാ, പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലെന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്നും കേട്ടിട്ടില്ല പടം കഥ പറഞ്ഞു തീരുന്നവരെ. കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു എന്ത് പറയാൻ എനിക്കൊന്നും മനസ്സിലായില്ല. ലാലിൻ്റെ കുഴപ്പങ്ങളാണ്. ഹരികർണർ അടുത്ത ഒരുപക്ഷെ സൂപ്പർ ഹിറ്റ് മൂവികളുടെ സൃഷ്ടാക്കളായിട്ട് സിദ്ദിഖ് ലാൽ ഉരുത്തിരിഞ്ഞു. ഇതിലെ ഏത് വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ലാല്? ഞാനോ? നമുക്ക് ജഗദീഷിനെ തന്നെ ആക്കാം. ജഗദീഷാക്കാം. അല്ല, ഞാൻ വെറുതെ പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ മനഃപൂർവ്വം പോലും അങ്ങനെ ചില വിഡ്ഢി കളിക്കുന്ന പരിപാടികളുണ്ടായിരുന്നു എനിക്കും മുൻപ്. അത് രംഗം സജീവമാക്കാൻ വേറെ ആൾക്ക് തമാശ പറയാനുള്ള ചാൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അയാൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് തമാശ പറയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലർ പറയില്ലേ, ഒരു അബദ്ധം പറ്റി, നീ പറഞ്ഞാൽ പറ്റിയെന്ന് പറഞ്ഞാൽ മതി, എനിക്കറിയാവുന്നതുകൊണ്ട് എല്ലാവരും എപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ ആര് പറഞ്ഞാലോ പറയും എന്ന് പറഞ്ഞ പോലെ വേറൊരാൾക്ക് തമാശ പറയാനുള്ള ചാൻസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ എത്തിക്കുന്ന സ്വഭാവം ഉണ്ടാക്കണമെങ്കിൽ ഈ ജഗദീഷിൻ്റെ സ്വഭാവം ഉപയോഗിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ആ സ്വഭാവം ഉപയോഗിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഇതൊക്കെ നിങ്ങളുടെ ആ സൗഹൃദ വലയത്തിലെ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ? സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സ്വഭാവ വിശേഷങ്ങൾ എല്ലാവർക്കും ഒരുപാട് പേർക്ക് പലതും മിക്സാണ്. ഒരാളല്ല പലതും. ജഗദീഷ് എന്ന് പറഞ്ഞാൽ ഒരു 3 പേരായിരിക്കും. അതെ, സ്വാഭാവികമായി പറയുന്ന സംഭവം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളെ മുഴുവൻ സാംശീകരിച്ച് വെച്ചിട്ട് ഒരാളിലേക്ക് ചാർത്തി കൊടുത്തുകൊണ്ടു അല്ലേ? അപ്പം ലാലിന് സംഭവിച്ചിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളില്ലാതെ വന്നിട്ടുണ്ടല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ ഓർമ്മശക്തിയിൽ വളരെ പുറകിലാണ്. ഞാനിത് മുൻകൂർ ജാമ്യം എടുക്കുന്നതല്ല. എന്നെ പോലെ ഇങ്ങനെ മറവിയുള്ള ആൾ ലോകത്തുണ്ടാവില്ല. എൻ്റെ അടുത്ത് മിക്കവാറും അതിനാണ് പറയുന്നത് ഇത്രയും ബുദ്ധിമാനായ വേറൊരാളില്ല. ആണോ? അതെ, ഇല്ലല്ല, മറവി വരുന്നതും അതേ പറഞ്ഞ മനഃപൂർവ്വമുള്ള ഇത് പറഞ്ഞതല്ല. ഞാൻ ഭയങ്കര മറവിക്കാരനാണ്, ഭീകരനായിട്ട് മറവിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് പലരും വന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് അന്ന് ലാല് പറഞ്ഞൊരു തമാശ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറയും. ഞാനതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ എനിക്ക് ചിരി വരാറുണ്ട്. കേൾക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുറകോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് വരികയായിരുന്നു. സിനിമകൾ ഒന്നൊന്നായി നിങ്ങളുടെ സക്സസ് ആയി. ഇത് കഴിഞ്ഞു കാബൂളിവാല, പിന്നെ ഗോഡ്ഫാദർ, ഒരുപക്ഷെ വിയറ്റ്നാം കോളനി. മലയാള സിനിമയുടെ ജാതകം സിദ്ദിഖും ലാലും കൂടി അങ്ങോട്ട് തിരുത്തി കുറിച്ചു. അതുവരെ മലയാള പ്രേക്ഷകർ അനുഭവിക്കാത്ത വേറൊരു ഭാവ അനുഭൂതിയിലേക്ക് അവരെ നയിച്ചു. പ്രേക്ഷകർക്കും റോളുള്ള ചിത്രങ്ങൾ
ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇതിനകത്തൊരു പാർട്ടാണ്, ഞാൻ ഇതിനകത്തൊരു പാട്ടാണ്, അല്ലെങ്കിൽ പാർട്ടായിരുന്നെങ്കിൽ പാട്ടായിരുന്നേനി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരാൾ പാട്ടായി കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഭാഗമായി. സക്സസ് വന്നപ്പോൾ എന്താ ലാലിന് തോന്നിയത്? പൈസ ഒരുപാട് വന്നല്ലേ? പൈസ വന്നിട്ടുണ്ട്. സിനിമയിൽ നിന്ന് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനകത്ത് സംശയമുള്ള കാര്യം. എന്തെങ്കിലും എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം അത് തന്നെ, അത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം 100% പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം എൻ്റെ ബൈക്ക് വാങ്ങിച്ചത് ഞാൻ മിമിക്രി കളിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അത് സിനിമയെന്നല്ല. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു വലിപ്പമായി തട്ടിക്കുമ്പോൾ അതിനൊന്നും കണക്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ ഒരു വലിപ്പമായി തട്ടിക്കഴിക്കുമ്പോൾ അതൊന്നും ഒരു വിഷയമായിട്ട് വരുന്നില്ല. വിഷയമാണ് അതിൻ്റെ വലിപ്പം, ഭയങ്കര രസകരമായിട്ടുള്ള വലിപ്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ റാംജി റാവുവിന് എനിക്കും സിദ്ദിഖിനും കൂടി റെമ്യൂണറേഷൻ എത്രയായിരിക്കും ഒന്ന് ഊഹിക്കാവോ? 18,000 രൂപ. ഹായ്, അപ്പോൾ അത് കുറവാണെന്നല്ല പറയുന്നത്. ലാൽ സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ എന്നെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചാൽ എനിക്ക് 100% കിട്ടും. ശരി, ചില കാര്യം ഞാൻ എഴുതി, എനിക്ക് ബുക്ക് അതിനകത്ത് 70 മാർക്ക് കിട്ടുള്ളൂ. ചില കാര്യം ഞാൻ എഴുതില്ല. എന്താ കാരണം അറിയാം? അൺപാർലമെന്ററി ആണ്, കുഴപ്പമാണ്. ലാലന്റെ ആജന്മ ശത്രുവായി മാറും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കും. ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ലാലെ സിദ്ദിഖും ലാലും തമ്മിൽ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കി സൂപ്പർ ഹിറ്റുകളുടെ രാജാക്കന്മാരായി ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് ഷെയ്ഖുമാർ ശരി ഇനി അബുദാബിയും ദുബായി എന്ന് പറഞ്ഞ് മാറിയേക്കാം നമ്മൾ എന്ന് തീരുമാനിച്ചത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പലർക്കും നേരത്തെ ലാലനോട് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും ഇത് ചോദിക്കും ആൾക്കാർ. ഇപ്പോഴും താങ്കളെ സിദ്ദിഖ്, ലാൽ ജോസ് അങ്ങനെയൊക്കെ പോവുകയാണ്. അതിൻ്റെ കാരണം വെച്ചാൽ താങ്കളുടെ DNA സിദ്ദിഖ് വന്നു, സിദ്ദിഖിൻ്റെ DNA ലാലും വന്നു. മോചനമില്ല ലാലെ. നോക്ക്, ഒരുപക്ഷെ നിങ്ങളോട് വളരെ താല്പര്യമുള്ള ഒരാൾ തന്നെ ചോദിക്കാൻ പോകുന്ന ചോദ്യം നോക്ക്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് അവർ പിരിയാൻ കാരണം? വഴക്കാണോ? ഞാൻ പറഞ്ഞു വഴക്കിടാൻ സാധ്യതയില്ല, കാരണം അവരുടെ ഇൻറ്റിമസി എനിക്ക് ശരിക്കറിയാം. പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യം, ഇനിയും സിദ്ദിഖ് ലാലെന്ന ഇരട്ട സംവിധായകർ ഒന്നിച്ച് വരുമ്പോൾ അവർ വീണ്ടും പ്രേക്ഷകരായ ഞങ്ങൾക്ക് ഒരു വൻ ഹിറ്റ് ഒരുക്കുമ്പോൾ? ഈ ചോദ്യം JB ജംഗ്ഷനിലൂടെ ലാലിനോട് ഞാൻ ചോദിക്കുകയാണ്. ലാല് ഉത്തരം തരിക. എന്തെല്ലാം കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട്. ഉത്തരം പറയാം ഞാൻ. റഹ്മാൻ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തട്ടിപ്പിടിച്ചിട്ടേ പോവുള്ളൂ. ഭയങ്കര ആത്മാർത്ഥ സ്റ്റേജിലേക്ക് വന്ന ബാക്ക് ഒരു ആക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിന്റെ വലിപ്പത്തിനൊക്കെ അപ്പുറത്ത് ആക്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ മൈക്ക് കെട്ടിയിടും, അല്ലെങ്കിൽ പുറത്തെ കർട്ടനിൽ ചവിട്ടിയിടും. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ഒരു സൈനുദ്ദീന് ഒരു പ്രോഗ്രാമിൽ നിന്നപ്പോൾ സൈനുദ്ദീൻ അവിടെ വന്നിട്ട് ലൈറ്റിൻ്റെ ആളെ വിളിച്ചിട്ട് എന്നെ അവിടെ നിന്ന് ഈ ബൾബ് എന്തുവല്ല? അപ്പോൾ 2,500 രൂപ ഇത്രയൊക്കെ വേണം, 2,000 രൂപ കിട്ടും. മറ്റേത് അതുകൊണ്ട് വിലയൊക്കെ ചോദിക്കും. അപ്പം സൈനിന് നീ എന്താ ടൈറ്റാൻ സൗണ്ട് തുടങ്ങാൻ പോകുന്നു, എൻ്റെ വിലയൊക്കെ ഇല്ലടാ, അവൻ വന്ന് തട്ടിപ്പൊട്ടിക്കുമെന്ന് ഉറപ്പാ. അപ്പോൾ അവന്മാർ വില കൂട്ടും, അതുകൊണ്ട് ഇപ്പോഴേ അത് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ റഹ്മാൻ ചോദിച്ച ചോദ്യത്തിന് പടം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പം കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്ന് ഞാൻ വലിയ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ആദ്യത്തെ അവസാനത്തെ ചിത്രം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ പടം കൊള്ളാം, ഞാൻ ഇതിനകത്ത് ഇറക്കിയിട്ടില്ല എന്നൊക്കെ എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതൊന്നും നമുക്ക് തീരുമാനിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ സിദ്ദിഖും ചേർന്ന് ഈ പടം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. ഉണ്ടായിക്കൂടൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടാകട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അന്നുണ്ടാക്കിയ പോലത്തെ ഒരു വലിയ സിനിമകൾ ഉണ്ടാക്കാൻ ചാൻസസ് കുറവാണ്. അത്രയും സക്സസ് ആയിട്ട് സിനിമ ഉണ്ടാക്കാൻ ചാൻസ്. കാരണം അന്ന് ഞാൻ ചിന്തിക്കുന്നതും സിദ്ദിഖ് ചിന്തിക്കുന്നതൊക്കെ ഒരേ ഏരിയയിൽ നിന്നുണ്ടാണ്. ഞങ്ങളുടെ പ്രവർത്തന മണ്ഡപമൊക്കെ ഒന്ന് തന്നെയായിരുന്നു. ആ മണ്ഡലമൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലായി. ഞാൻ കാണുന്ന ആളുകൾ വേറെ, സിദ്ദിഖിൻ്റെ ഫ്രണ്ട്സ് വേറെ, സിദ്ദിഖ് കാണുന്ന ആളുകൾ വേറെ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് ഒരുമിച്ചൊന്ന് കാണുന്നതും സംസാരിക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ അടുത്ത് കുറച്ച് ദിവസം ഒന്നിച്ചുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കഥ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരുപോലെ ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല, ഒരുപോലെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാകും, ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതുപോലുള്ളൊരു ഹിറ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ സിദ്ദിഖ് ലാലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മറ്റേ ഇറച്ചി മസാലയും കൂടി ചേർന്ന പോലെ രണ്ടുപേരുടെയും മാനസിക വീക്ഷണത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സക്സസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഒരു സിനിമ ഉണ്ടാകാനും ചാൻസ് കുറവാണ്.